എല്ലാം സ്പൂൺ ഫീഡ് ചെയ്ത് തരാത്തത് നന്നായെന്നേ ഞാൻ പറയൂ. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ കേരള ക്രൈം ഫയൽസ് ഈ ഇടയ്ക്കാണ് റിലീസായത്. ആൻഡ് ഉള്ളത് പറഞ്ഞില്ല, ഇത്രയും ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു വെബ് സീരീസ് ഞാൻ ഇതുവരെ കണ്ടില്ല. സൂപ്പർ 10/10 അക്കോർഡിംഗ് ടു മീ. ലൈക്ക് കിട്ടില്ല വെബ് സീരീസാണ്. ആൻഡ് കേരള ക്രൈം ഫയൽസിൻ്റെ സീസൺ 1 ഉണ്ടല്ലോ, അത് ഒരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബെഞ്ച് മാർക്കിനെ ഇവർ തന്നെ കുറച്ചുകൂടെ റേസ് ചെയ്ത് മുകളിലോട്ട് വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും എൻഗേജിങ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിങ് ആൻഡ് നമ്മളത് ഓരോ എപ്പിസോഡ്സും വിത്ത് ദാറ്റ് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ഒരു സീറ്റ് എഡ്ജ് പോലെയൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന് വെയിറ്റ് ചെയ്യും ആൻഡ് നമ്മൾ തന്നെ ഇരുന്ന് അനലൈസ് ചെയ്യും. ആൻഡ് ഈ ഒരു വെബ് സീരീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ഥിരം പാറ്റേൺ പോലെയല്ല ഇത് കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒരു വ്യത്യസ്ത അവരതിൽ പിടിച്ചിട്ടുണ്ട്. ആൻഡ് അതാണ് ഞാൻ തുടക്കത്തിൽ സ്പൂൺ ഫീഡിങ് സംഭവം. ആക്ച്വലി എല്ലാ ക്രൈമിനും അതിൻ്റെ അവസാനം എങ്ങനെയാണ് ഈ ക്രൈം നടന്നത് എന്നുള്ള രീതിയിലുള്ള ഫുൾ എക്സ്പ്ലനേഷൻസ് കാണിക്കും. ഈ ഒരു സീരീസിൽ അത് പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ സ്റ്റോറിയിൽ ഈ ഒരു സീരീസ് കണ്ടതിന് ശേഷം നമ്മളെ തന്നെ ചിന്തിപ്പിക്കുന്നുണ്ട്, എന്താണ് അവിടെ നടന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം അത് നടന്നത് എന്നുള്ള രീതിയിലൊക്കെ നമ്മളെ ഒരു അതിലോട്ട് തന്നെ ഇങ്ങനെ പിടിച്ചിരുത്തുന്നുണ്ട് ഈ ഒരു വെബ് സീരീസ്.